ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സായിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ടിപ്പ് ഏതാണെന്ന് താഴെ ഒന്ന് കമൻ്റ് ഇടണേ. അതുപോലെ തന്നെ എനിക്കറിയാത്ത നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സൊക്കെ ഉണ്ടാവില്ലേ, താഴെ കമൻറ്റിലൂടെ പറഞ്ഞു തരാണെങ്കിൽ എനിക്കും അതൊക്കെ ഫോളോ ചെയ്യാമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ മസാലയൊക്കെ പുരട്ടി വെക്കുന്ന ഇതുപോലുള്ള കണ്ടെയ്നർ ഉണ്ടാവില്ലേ, ചിക്കനോ മീനൊക്കെ, അതിൻ്റെ ഉള്ളിൽ നമ്മൾ എത്ര കഴുകിയാലും ഒരുമാതിരി സ്മെല്ലായിരിക്കും അല്ലേ. അപ്പോൾ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ നനച്ചിട്ട് അതിനുള്ളിൽ ഇട്ട് കൊടുക്കുക. ഒരു രാത്രി മുഴുവൻ വെച്ചിട്ട് രാവിലെ എടുക്കുമ്പോഴേക്കും ആ സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ. പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ അടുക്കളയിൽ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ ചെറിയ ചെറിയ കറകളൊക്കെ ഉണ്ടാവും. ഈ ചായപാത്രം, പിന്നെ അതുപോലെ കറിയൊക്കെ എടുക്കുന്ന കയ്യിലൊക്കെ ആണെങ്കിലും അതിലൊക്കെ ചെറിയ ചെറിയ കറകളുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു വലിയ സ്പൂൺ സോപ്പ് പൊടി, ഡിറ്റർജൻറ്റ് പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എല്ലാം കൂടി ചേർത്തിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുക. ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 കപ്പ് വിനാഗിരി, അതായത് സുർക്ക ചേർത്ത് കൊടുക്കുക. സുർക്ക ചേർക്കുമ്പോൾ ഇതിങ്ങനെ ഒന്ന് പതിഞ്ഞ് പൊങ്ങി വരും കേട്ടോ. കണ്ടോ, ഈ ഒരു ചായയുടെ അരിപ്പയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും കറ. നമ്മളെപ്പോഴും ഇങ്ങനെ ചായപ്പൊടി ഇങ്ങനെ അരിച്ചെടുക്കുന്നതല്ലേ, അപ്പോൾ അതിൽ കറ പിടിക്കുന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ നല്ല പോലെ കറ പിടിച്ചിട്ടുണ്ട്. അതുപോലെ ഇതായി കയ്യിലിൻ്റെയൊക്കെ ബാക്കിൽ കണ്ടോ കറ. നമ്മൾ എത്ര ഉരച്ച് കഴുകിയാലും അത് പോവില്ല. നിങ്ങൾ ആദ്യം ഒന്ന് ഉരച്ച് കഴുകി നോക്കുക. എന്നിട്ട് പോകുന്നില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തൊരു സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുമെന്നറിയോ. ഇതുപോലെ വെള്ളം ചൂടാക്കി എടുക്കുക. ഇപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിലേക്ക് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെച്ചിട്ട് ഈ വെള്ളം നമുക്ക് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ചൂട് പോകുന്നത് വരെ വെള്ളത്തിൽ തന്നെ ഈ പാത്രങ്ങൾ വെക്കുക കേട്ടോ. ഒരു അരമണിക്കൂർ വെക്കുക. എന്നിട്ട് നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് എടുത്തിട്ട്, ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ, ഒരുവിധം കറയൊക്കെ അതിൽ തന്നെ പോയിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു ബ്രഷ് എടുത്ത് ജസ്റ്റ് ഒന്ന് ചെയ്യുമ്പോൾ തന്നെ കണ്ടോ, ഞാനിപ്പോൾ അത് കട്ട് ചെയ്യാതെ സ്പീഡൊന്നും കൂട്ടാതെ കാണിച്ചത് എന്താണ്. നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല കറയുള്ള പാത്രങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ നമ്മളൊരിക്കലും യൂസ് ചെയ്ത ബ്രഷ് എടുക്കരുത് കേട്ടോ. നമ്മുടെ പാത്രങ്ങളല്ലേ, നമ്മുടെ വീട്ടിൽ നമ്മൾ ഫുഡ് കഴിക്കാനും കറിയൊക്കെ ഒഴിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഈ കയ്യിലൊക്കെ പുതുതായിട്ടൊരു ബ്രഷ് അതിനായിട്ട് വെക്കണം കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ജസ്റ്റ് നമ്മൾ ആ ബ്രഷ് കൊണ്ടൊന്ന് തൊടുമ്പോൾ തന്നെ ആ കറയൊക്കെ പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ കറയൊക്കെ പിടിക്കുന്ന സമയത്ത് മാസത്തിലോ അല്ലെങ്കിൽ 2 മാസമൊക്കെ കൂടുമ്പോൾ, എപ്പോഴും നമുക്കിതുപോലെ ചെയ്യാനൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ കറയൊക്കെ പിടിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു റിസ്ക് എടുക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് കറകളൊക്കെ കളഞ്ഞ് നല്ല തിളങ്ങുന്ന പാത്രങ്ങൾ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ കറയുള്ള പാത്രങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലേ. എന്നാൽ എപ്പോഴും അതെങ്ങനെ ഇതുപോലെ കഴുകാനും നമുക്ക് കഴിയില്ല. മാസത്തിൽ 2 മാസം കൂടുമ്പോഴൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഈ ചായയുടെ അരിപ്പ കാണിച്ചു തരാം. ഇതിൽ എത്രത്തോളം കറയുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അതിൻ്റെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഞാൻ ജസ്റ്റ് ആ ബ്രഷ് കൊണ്ടൊന്ന് തൊട്ടപ്പോഴേക്കും 2 സൈഡും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അതിൻ്റെ ഡിഫറൻസ്. കറകളൊക്കെ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. പിന്നെ ആ ചായയുടെ അരിപ്പയുടെ ഉള്ളിലിങ്ങനെ ചായപ്പൊടി ഉണ്ടാവും. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊട്ടി കൊടുക്കുക കേട്ടോ. അത് നമ്മൾ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഉരക്കുമ്പോൾ ഒന്നും പെട്ടെന്ന് പോയി കിട്ടണമെന്നില്ല. അതിങ്ങനെ കൊട്ടി കൊടുക്കുക 2 സൈഡിലുമായിട്ട്. നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊക്കെ വെച്ചിട്ട് എത്ര ഉരച്ച് കഴുകിയാലും ഇത് പോവില്ലല്ലോ. ഒരുപാട് റിസ്ക് എടുത്തിട്ടൊക്കെ കഴുകേണ്ടി വരും. ഇനിയിപ്പോൾ കുറച്ചെങ്കിലും പോയി കിട്ടണമെങ്കിൽ. എന്തായാലും ഇതുപോലൊന്നും പോയി കിട്ടൂല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സാധാരണ ബ്രഷ് വെച്ചിട്ടൊന്ന് ഉരച്ച് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ചായപ്പൊടി പോകാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊട്ടിക്കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് കൊട്ടിക്കൊടുക്കുക. അപ്പോൾ ചായപ്പൊടി താഴേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഞാനിതൊന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ലേ, എത്രത്തോളം കറ പിടിച്ചൊരു ചായരിപ്പായിരുന്നു.
ചായൻ്റെ കറ എന്നൊക്കെ പറയുമ്പോൾ പോയി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ അതുപോലും ഇത്ര പെട്ടെന്ന് ഇളകി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് തരത്തിലുള്ള കറകളും ഇത് വെച്ചിട്ട് വൃത്തിയാക്കാൻ പറ്റും കേട്ടോ. ഇതിൻ്റെയൊക്കെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇത് വെച്ചിട്ട് കഴുകിയതും മുമ്പ് നമ്മൾ അതുപോലെ ഒന്ന് വെച്ചതായിരുന്നു കേട്ടോ. ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 2 കയ്യിലുകൾ. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുക്കാൻ, കത്തിയൊന്നും ഇല്ലാതെ തൊലി കളഞ്ഞെടുക്കാനുള്ളൊരു ട്രിക്കാണ് കേട്ടോ. ഇതുപോലൊരു സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞെടുക്കുകയാണെങ്കിൽ അധികം കാമ്പൊന്നും പോവാതെ ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ഇഞ്ചിയും ചെയ്യാം കേട്ടോ. പാത്രം കഴുകുന്ന സ്ക്രബ്ബറിനേക്കാളും നല്ലത് ഇതിനായിട്ടൊന്ന് വെക്കുന്നതാണ്. ഇഞ്ചി നമുക്ക് ഇതുപോലെ തന്നെ തൊലി കളഞ്ഞെടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കത്തി കൊണ്ട് ചെയ്യുമ്പോൾ ഇടയിലിടയിൽ അതിൻ്റെ കാമ്പൊക്കെ നഷ്ടപ്പെടില്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ പാത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ ഡിഷ് വാഷ് ലിക്വിഡ് അങ്ങനെ നേരിട്ട് പാത്രം കഴുകല്ലേ ചെയ്യുക. അപ്പോൾ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ ഇനി അത് ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് കഴുകി നോക്കട്ടോ. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഈ പാത്രം ഞാനൊന്ന് കാണിച്ചു തരാം. അത് കഴുകുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഷൈനിങ് നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ. നമുക്കറിയാമല്ലോ വിനാഗിരി, അതായത് സുർക്ക, നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ്. കണ്ട ഈ ഒരു പാത്രത്തിൻ്റെ ഒരു പ്രത്യേക തിളക്കം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ തന്നെ ഞാനൊരു പ്ലേറ്റും കൂടെ കാണിച്ചു തരാം. നമ്മൾ സാധാരണ ഇതിന് മുമ്പ് ഉണ്ടാവുന്നതിനേക്കാൾ നമ്മൾ ആ വിനാഗിരിയും ഡിഷ് വാഷ് ലിക്വിഡും വെച്ച് ആ ഒരു സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നല്ലൊരു തിളക്കം നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. പാത്രങ്ങളൊക്കെ നല്ല വെട്ടി തിളങ്ങുന്നതായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് കിച്ചൺ സിങ്കും ചെയ്തെടുക്കാം. കണ്ടോ ഈ ഒരു പാത്രത്തിൻ്റെ ഷൈനിങ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഈ ഒരു കിച്ചൺ സിങ്ക് കണ്ടോ, കഴുകുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് കേട്ടോ ഇത്. ഇനി ഞാനിതൊന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കിച്ചൺ സിങ്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്ക്രബ്ബറാണ് കേട്ടോ എടുക്കുന്നത്. സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊന്നും എടുക്കരുത്, അതിൽ സ്ക്രാച്ച് വീഴും കേട്ടോ. ഇതുപോലെ നല്ല പോലെ ഒന്ന് ഉരച്ചെടുക്കുക. സാധാരണ നമ്മൾ ജസ്റ്റ് അത്ര ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് തന്നെ അതിൻ്റെ ആ ഒരു ഷൈനിങ്ങും തിളക്കവും ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ചിലർക്കൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ തോന്നുന്നുണ്ടാവും ഇങ്ങനെ സിങ്കൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഗ്ലൗസൊക്കെ യൂസ് ചെയ്തുകൂടെയെന്ന്. അപ്പം ഞാനിങ്ങനെ സിങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് യൂസ് ചെയ്യാറില്ല കേട്ടോ. വാഷ് ബേസിനൊക്കെ ആണെങ്കിൽ പിന്നെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതൊക്കെ നമ്മൾ ഇടത് കൈ വെച്ചിട്ടാണ് ചെയ്യൽ. നമ്മൾ ഫുഡ് കഴിക്കണ കൈ വെച്ചിട്ട് അങ്ങനെ എനിക്ക് ക്ലീൻ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ പാത്രം പോലെ തന്നെ നമ്മൾ കൊണ്ട് നടക്കുന്നതാണ് നമ്മുടെ കിച്ചണിലെ സിങ്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാത്രം കഴുകുന്ന അതുപോലെ തന്നെയാണ് നമ്മൾ സിങ്കിനെ കാണുന്നത്. വലത് കൈ കൊണ്ട് കഴുകുകയും ചെയ്യും. ഗ്ലൗസ് ഒന്നും ഇടാതെ തന്നെയാണ് കേട്ടോ കഴുകുന്നത്. ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് സിങ്ക് മാത്രമല്ല സ്റ്റീലിൻ്റെ പൈപ്പുകൾ, ടൈല്, കൗണ്ടർ ടോപ്പ് ഒക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാം കേട്ടോ. എല്ലാത്തിനും ഒരു പ്രത്യേക ഷൈനിങ് കിട്ടും. അപ്പോൾ അതാ ഞാൻ ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തും ഇതെത്തുന്ന രീതിയിൽ എല്ലാം കൂടെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല പോലെ പ്രസ് ചെയ്ത് നമ്മൾ ചളിയൊക്കെ ഇങ്ങനെ ഉരച്ച് കഴുകുന്ന പോലെ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ. എല്ലാ ഭാഗത്തും നമ്മളിപ്പോൾ ആ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം ഇത് കഴുകുന്ന സമയത്ത്. എനിക്കിങ്ങനെ നല്ല കറകളൊക്കെ ഉള്ള സ്ഥലങ്ങൾ, അതുപോലെ നമ്മളിങ്ങനെ ബിഫോർ ആഫ്റ്റർ കാണുമ്പോൾ നല്ല ഡിഫറൻസ് തോന്നൂലേ. അതായത് നല്ല കറയുള്ളൊരു സിങ്ക് ക്ലീൻ ചെയ്യുക, നല്ല ചളിയുള്ള സ്ഥലങ്ങൾ, അതായത് നിലത്തൊക്കെ നമ്മൾ നല്ല പൊടി അതൊക്കെ ഉള്ളത് ക്ലീൻ ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചില സമയത്ത് ഞാനിങ്ങനെ പറയും, അടിച്ചു വരുന്ന സമയത്തൊക്കെ, ചെറിയ കുട്ടിയാവുന്ന സമയത്ത് വീട്ടിൽ ഇവിടെ ഒന്നും ചളിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയും. അപ്പോൾ ചളിയുള്ള ഭാഗം, അതായത് നമ്മൾ പിന്നെ നല്ല പൊടിയൊക്കെ ഉള്ള സ്ഥലം ഉണ്ടാവില്ലേ, അവിടേക്ക് ഇങ്ങനെ 2-3 തവണയൊക്കെ ഇങ്ങനെ തുടച്ചെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും പറയും, ഓ ആർക്കും ഇഷ്ടമില്ലാത്ത ജോലിയാണെന്നൊക്കെ. അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അതിങ്ങനെ വൃത്തിയായി വരുന്നത് കാണുമ്പോൾ എന്തോ ഒരു സന്തോഷം. അപ്പോൾ ഇത് കഴുകുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ, നല്ലൊരു തിളക്കം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ആ ഒരു വിനാഗിരി, അതായത് സുർക്കയുടെ പവറാണ് കേട്ടോ അത്. പിന്നെ നമ്മുടെ സിങ്കിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ, നീ ഇത് ചെയ്തു എന്ന് വിചാരിച്ചിട്ട്.
ബേക്കിംഗ് സോഡ വെച്ചിട്ടൊക്കെ സിങ്ക് ക്ലീൻ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കുറേ സമയം ഇങ്ങനെ ഉരച്ചിട്ട്. അതിനേക്കാളൊക്കെ എത്രയും നല്ലത് ഇതാണ് കേട്ടോ. ബേക്കിംഗ് സോഡയൊക്കെ പിന്നീട് നമ്മുടെ സിങ്കിനെ ചോർച്ചയൊക്കെ ഉണ്ടാവാനുള്ളൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ബ്ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ബേക്കിംഗ് സോഡ ചെയ്തില്ല, അത് കുഴപ്പമില്ല. കാരണം നമ്മൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിലൂടെ വെള്ളം ഒഴിച്ച് അങ്ങോട്ട് കളയണത്. ഇങ്ങനെ നമ്മളിങ്ങനെ ബേക്കിംഗ് സോഡ വെച്ച് ഉരച്ചൊരച്ച് കഴുകുമ്പോൾ ആ സ്റ്റീലിനും ഇതിനൊക്കെ ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ സിങ്കൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുടച്ചെടുക്കുകയൂടെ ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ സിങ്കാണെങ്കിലും ടൈലാണെങ്കിലും ഒക്കെ വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് തുടക്കും കൂടെ ചെയ്താലേ അതിൻ്റെ ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ പൈപ്പുകളാണെങ്കിലും നമ്മൾ കഴുകിയൊക്കെ നന്നായിട്ട് എടുത്താലും അത് തുടച്ചിട്ടില്ലെങ്കിൽ ആ വെള്ളത്തുള്ളി അതുപോലെ തന്നെ അതിൽ കിടക്കും. അപ്പോൾ ഒന്ന് തുടച്ചെടുക്കും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രത്തോളം നമ്മുടെ സിങ്ക് വൃത്തിയായിട്ടുണ്ടെന്ന്. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നത് പോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ചൂലില്ലേ, അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആ ഒരു പിടുത്തത്തിൻ്റെ അവിടെയുള്ള ഇപ്പോൾ ഈ ഒരു പച്ച നിറം കണ്ടില്ലേ, ആ ഭാഗം ഇങ്ങനെ ലൂസായിട്ട് വരാറുണ്ട്. അതിനുള്ളിൽ നിന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ അടിച്ചു വരുന്ന സമയത്ത് അതിനുള്ളിൽ നിന്ന് ഈ നൂലുകൾ പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ലൂസാവും. അപ്പോൾ പിന്നെ പെട്ടെന്ന് നമ്മുടെ ചൂലങ്ങോട്ട് കേടുവന്ന് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അത് പെട്ടെന്ന് ടൈറ്റാക്കി എടുക്കാനുള്ളൊരു ടിപ്പാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് ചൂടാക്കുക. തീയത്ത് നേരിട്ട് അങ്ങോട്ട് തീയിൽ കാണിക്കണ്ട, മുകളിൽ ഇങ്ങനെ ചൂട് വരുമ്പോൾ തന്നെ ആ പ്ലാസ്റ്റിക് ഒന്നിങ്ങനെ സ്മൂത്താവും. അപ്പോൾ അത് കൈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കൈ വെച്ചിട്ട് ഞാൻ പ്രസ് ചെയ്തപ്പോൾ നല്ല ചൂടായിരുന്നു. അപ്പോൾ ഒരു കോട്ടൻ്റെ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ. അടിച്ചു വരുമ്പോൾ ഇനിയിപ്പോൾ എത്ര നൂല് പോയാലും, അതായത് ഇതിൻ്റെ ഇതൊക്കെ പോയാലും നമുക്ക് ലൂസാവുമ്പോൾ ടൈറ്റാക്കി എടുക്കാം കേട്ടോ ഇതുപോലെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് നാൾ ഈ ചൂല് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ച ടിപ്സൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത ടിപ്പ് ഏതായിരുന്നെന്ന് താഴെ ഒന്ന് കമൻ്റ് ഇടണേ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്